എടുത്ത് 2019 ഒരു കഥ നരേറ്റ് ചെയ്യുന്നത്. അദ്ദേഹം ഒരു സ്ക്രീൻ പ്ലേ ആയിട്ടാണ് വന്നത്, ഒരു എന്ന് പറഞ്ഞാൽ ഒരു ഓർഡർ സീൻ, റഫ് ഓർഡർ. പക്ഷെ അതിനകത്ത് ഒരു മൊമെന്റ് എനിക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി. അപ്പൊ ഞാൻ ഷാരിസിനോട് പറഞ്ഞു, ഷാരിസ് ഈ മൊമെന്റ് വെച്ചിട്ട് എനിക്ക് എൻ്റെ ഒരു ട്രീറ്റ്മെന്റ് എഴുതിയാൽ കൊള്ളാം എന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു സ്ക്രീൻ പ്ലേ ഉണ്ടാക്കി. അപ്പോൾ ഷാരിസിനോട് പറഞ്ഞു ഇത് നിങ്ങൾ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കി. എനിക്കൊന്ന് 2019 തന്നെ നിവിനുമായിട്ട് ഞങ്ങൾ ചർച്ച തുടങ്ങിയതാണ്. പിന്നെ ഈ പറയുന്ന പോലെ സിനിമയാണ്, അതിന് സംഭവിക്കേണ്ട ഒരു സമയമില്ല. ഈ സിനിമ അപ്രതീക്ഷിതമായിട്ട് നിവിന് അങ്ങനെ ഒരു ഗ്യാപ്പ് വന്നപ്പോൾ നിവിനും ഞാനും കൂടി എടുത്തൊരു തീരുമാനം, 100 ദിവസം ഷൂട്ട് ചെയ്യുന്നു, പോസ്റ്റ് പ്രൊഡക്ഷൻ കഴിയുന്നു. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമ നിങ്ങളിലേക്ക്, പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ഈ വിഷു, സ്കൂൾ അടയ്ക്കുന്ന പീരീഡാണ്. അപ്പൊ തന്നെ ഇലക്ഷൻ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആകസ്മികത അതിനകത്തുണ്ട്, കോയിൻസിഡൻസ് ഉണ്ട്. അതുകൊണ്ടാണ് താങ്കൾക്കത് കോയിൻസിഡൻസ് ആയിട്ട് തോന്നുന്നത്. അതേപോലെ ഇപ്പൊ അന്ന് ട്രെയിലർ ലോഞ്ചിന്റെ അമ്മ സാറ് പറഞ്ഞായിരുന്നു ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം എനിക്ക് മാത്രമാണ്, എന്തുണ്ടെങ്കിലും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏൽക്കാൻ ഞാൻ റെഡിയാണ് എന്നുള്ളത്. തീർച്ചയായിട്ടും. അപ്പൊ അതിനകത്ത് എന്തോ ഒരു സ്പാർക്ക് ഉണ്ട് എന്നൊരു സ്പാർക്കല്ല, ഇവരെയൊക്കെ എന്തിനാ അതിനകത്ത് പിടിച്ചിട്ടുള്ളത്? ആ സിനിമയ്ക്ക് എന്ത് സംഗതി വന്നാലും അത് എഴുതി സംവിധാനം ചെയ്ത ഒരാൾ, അതിന്റെ പ്രൊഡക്ഷനിൽ കൂടി ഭാഗമായ ഒരാൾ എന്നതിൽ ആ സിനിമയുടെ ഉത്തരവാദിത്വം ഞാൻ തന്നെയല്ലേ ഓൺ ചെയ്യേണ്ടത്. പിന്നെ അങ്ങനെ ഒരു പിന്നെ എന്താണ്, എന്തു വന്നാലും അതിന്റെ ഉത്തരവാദിത്വം ഞാൻ എന്നുള്ള രീതിയിൽ ഞാനൊന്നും സംസാരിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇത്ര വലിയ മുതൽ മുടക്കുള്ളൊരു സിനിമ ഇത്രയും വിഷമം പിടിച്ചൊരു സാഹചര്യത്തിൽ, ഇപ്പൊ നിങ്ങൾക്കറിയാം OTT ബിസിനസിന്റെ കാര്യം അറിയാം, നമ്മുടെ ഗൾഫിൽ നടക്കുന്ന ഈ യുദ്ധസമാനമായ അന്തരീക്ഷത്തെ കുറിച്ച് അറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് ഇത്രയും വലിയൊരു സിനിമയായിട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് വലിയൊരു റിസ്ക് ഉണ്ട്. അത് ഞാൻ തന്നെ ഫേസ് ചെയ്യേണ്ട ഒരു സംഗതിയാണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും അതിനകത്ത് ഉദ്ദേശിച്ചിട്ടില്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പണ്ട് നോക്കിക്കഴിഞ്ഞാൽ പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അവരുടെ ആശയങ്ങൾ നാടകങ്ങളിലൂടെ അല്ലെങ്കിൽ എഴുത്തിലൂടെയൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയക്ക് ഇത്ര വന്നതോടെ അതിന്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് കരുതുന്നത്. അപ്പം കലയിലൂടെ ഈ രാഷ്ട്രീയം പറയേണ്ട ആവശ്യം ഇപ്പൊ നിലവിലില്ല എന്ന് കരുതുന്നു. പോസ്റ്റ്മാന്റെ പണി ചെയ്യേണ്ട കാര്യമില്ല, ഒരു മെസ്സേജ് എടുത്തുകൊണ്ട് ഡെലിവറി ചെയ്യാന്ന് പറയുന്ന ഒരു സംഗതി ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഒരു പ്രത്യേക വൈകാരിക മുഹൂർത്തമുണ്ട്. അതെനിക്കിപ്പോ പറയാൻ പറ്റില്ല, അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ അതിലാണ് ഹുക്ക്ഡായത്. ഞാൻ എന്റെ കഥ എന്നെ എങ്ങോട്ട് കൊണ്ടുപോയോ അതിന്റെ കൂടെയാണ് ട്രാവൽ ചെയ്തത്. മറ്റൊരു കൺസേൺസും അതിനകത്ത് ഉണ്ടായില്ല എന്നുള്ളതാണ്. നിവിൻ ചേട്ടൻ ഇന്റർവ്യൂല് പറയുന്നുണ്ടായിരുന്നു ബ്രേക്ക് ഇല്ലാതെ ഷൂട്ടിന് പോവാന്ന് പറഞ്ഞപ്പം സാറ് അത് സമ്മതിച്ചില്ല. ലൈക്ക് ബ്രേക്ക് വേണം, പ്രായമുള്ള ആളുകളുണ്ട്, അല്ലെ അവർക്ക് മരുന്ന് കഴിക്കുന്ന ആളുകളുണ്ട്. അത് ഭയങ്കര ഒരു കണക്ട് ചെയ്ത് ഭയങ്കര ഗ്രേറ്റ് ആയിട്ട് തോന്നി ആ ഒരു സംഭവം. അപ്പം കാരണം എല്ലാവരിലും സാറ് എല്ലാവരുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. കാരണം ഇത്രത്തോളം ജൂനിയർ ആർട്ടിസ്റ്റുകളുണ്ട്, 6000 ആളുകളോട് വെച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ നോക്കുമ്പോൾ എത്രത്തോളം ഹാർഡായിരുന്നു വർക്ക് ചെയ്യുന്നത്. അല്ല, ഞാൻ പറയുന്നത് അത് എൻ്റെ ഒരു മഹത്വമായിട്ടൊന്നും നമ്മൾ കരുതുന്ന കാര്യമില്ല. അത് അങ്ങനെ വേണം സിനിമ. ഞാൻ 18 വർഷമായിട്ട് സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്നതാണ്. അപ്പൊ വളരെ അധ്വാനിക്കുന്ന ഒരുപാട് ആളുകൾ ഇതിനകത്തുണ്ട്. അവർക്കൊക്കെ രോഗങ്ങളുള്ളവരുണ്ട്, വൈഷമ്യങ്ങളുള്ളവരുണ്ട്. അപ്പൊ കൃത്യമായിട്ട് സിനിമയ്ക്ക് ഒരു സമയവ്യവസ്ഥയുണ്ട്. ആ സമയവ്യവസ്ഥ പാലിക്കപ്പെടണം. അത് ഏത് സെറ്റിലായാലും പാലിക്കപ്പെടണം. എന്റെ സെറ്റിൽ അത് ഞാൻ പാലിക്കുന്നു, ബാക്കിയുള്ള സെറ്റിലുകളിൽ ബാക്കിയുള്ളവർ അത് പാലിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ക്രൗഡൊക്കെ കുറെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ മാനേജ് ചെയ്ത്, ഇതിന്റെ ഒരു പ്രോജക്ട് ഡിസൈനിന്റെ ഭാഗമായിട്ട് നമ്മൾ മാനേജ് ചെയ്ത് മുൻകൂട്ടി കണ്ട് പ്ലാൻ ചെയ്ത് തന്നെയാണ് പോയത്. ഏതാണ്ട് 100 ദിവസം കൂടുതൽ നമ്മൾ ഷൂട്ട് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ വലിയ വലിപ്പമുള്ളൊരു സിനിമയാണ്. അതിൻ്റെതായിട്ടുള്ള വൈഷമ്യങ്ങളും ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള ആനന്ദമുണ്ട് ഈ സിനിമയ്ക്കകത്ത്. ഇതിലെ മുഖ്യമന്ത്രി കഥാപാത്രങ്ങളുടെയും അതുപോലെ കെ കരുണാകരന്റെയും ഒരു ഹൈബ്രിഡ് സ്വഭാവമുണ്ട് എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഉമ്മൻചാണ്ടി സ്വഭാവം ഏറെക്കുറെ നമുക്ക് ട്രെയിലറിലൂടെ തന്നെ വ്യക്തമാണ്. ഇപ്പൊ കെ കരുണാകരൻ എന്നുള്ള നേതാവ് അനുഭവിച്ച യാതനകളുണ്ട്. അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹ ദിവസം ഒരു പോലീസിന്റെ ഒരു നിരീക്ഷണത്തിലാണെന്ന് പറയുന്ന കരിങ്കാലിയാക്കപ്പെട്ട അങ്ങനെ ഒരുപാട് ദിവസത്തോടെ കടന്നു ഒരു കെ കരുണാകരൻ നേതാവ് കൂടിയുണ്ട്. അങ്ങനത്തെ കെ കരുണാകരൻ അനുഭവിച്ച മനോവ്യാപാരങ്ങള് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ കഥാപാത്ര തൃപ്തിയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചത്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ലീഡർ കെ കരുണാകരനോട് ഒരിക്കലും പത്രക്കാരൻ ചോദിച്ചു, അങ്ങ് ഇത്രയും നാളായല്ലോ രാഷ്ട്രീയ പ്രവർത്തനം നടന്നത്, തിരിഞ്ഞു നോക്കുമ്പോൾ അദ്ദേഹം അങ്ങ് എന്താണ് കാണുന്നതെന്ന് ചോദിച്ചപ്പോൾ പുള്ളി നേരെ തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, മോനെ ഈ ഭിത്തിക്കകത്ത് ഇങ്ങനെ ഒരു പടമാണ് ഞാൻ കാണുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ പറയുന്ന ഒരു കെ കരുണാകരനുണ്ട്, ഭയങ്കര ടങ് ഇൻ ചീക്കായിട്ട് സംസാരിക്കുന്നത്. അത്രയും ചില ട്രെയിറ്റ്സ്
ഈ കഥാപാത്രത്തിനുണ്ട്. ഇതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ എനിക്ക് മാത്രമല്ല, എനിക്ക് മുമ്പ് വന്ന വലിയ തിരക്കഥാകൃത്തുക്കളുണ്ട്, രഞ്ജി പണിക്കരായാലും ദാമോദരൻ മാഷായാലും ഒക്കെ. അപ്പം നമുക്കിത് സമൂഹത്തിൽ നിന്നും നമ്മൾ കാണുന്ന ആളുകളിൽ നിന്നുമാണ് നമ്മൾ ഇതിന്റെ എലിമെന്റ്സ് സ്വീകരിക്കുക. എന്ന് വെച്ചാൽ അവരല്ലാതെ അതിനകത്ത് ഒരുപാട് ഫിക്ഷൻ. ഇപ്പൊ നമുക്ക് നിങ്ങൾ എപ്പോഴും ഉമ്മൻചാണ്ടി എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിന് 2 പെൺകുട്ടികളും ഒരു മകനുമാണ്. ഈ സിനിമയിൽ 2 ആൺകുട്ടികളാണ്. പക്ഷെ ഇങ്ങനത്തെ ഇതേപോലെ നന്മയുടെ സത്തുണ്ടല്ലോ. ഇപ്പൊ കെ.കരുണാകരൻ വികസനത്തിനോടൊപ്പം ചേർന്ന് നിന്നത്, അല്ലെങ്കിൽ ഇപ്പൊ ഉമ്മൻചാണ്ടി കല്ലെറിഞ്ഞ അദ്ദേഹത്തിനോട് കേസ് എടുക്കണ്ട എന്ന് പറഞ്ഞ നന്മവശം, അതൊക്കെ ശരിക്കും സിനിമാറ്റിക്കലി കൂടി യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു നന്മയുടെ ആർക്ക് കൊടുക്കാവുന്ന ഏരിയ അല്ലേ എന്നാ ചോദ്യം. അത് നമുക്ക് നോക്കാം, സിനിമ കാണാം, ഒരു ദിവസം കൂടി കഴിയുമ്പോൾ അത് മനസ്സിലാവും. റിയാക്ഷൻ പറഞ്ഞാൽ നിവിൻ പോളിയുടെ ഒരു ലൂസിഫർ ആണ് ഇറങ്ങാൻ പോകുന്നത് എന്നൊരു ഇതുണ്ടായിരുന്നു. ശരിക്കും എങ്ങനെയാണ് ആ കഥാപാത്രം എങ്ങനെയാണ് എത്തുന്നത്? ഇല്ല, അങ്ങനെയൊന്നും നമ്മൾ ഇതിനെ എടുക്കുന്നില്ല. ഇത് ഞാൻ പറഞ്ഞില്ല, ഇതൊരു ബേസിക്കലി ഒരു ഇമോഷണൽ സ്റ്റോറിയാണ്, ഒരു ഫാദർ സൺ ഇമോഷണൽ സ്റ്റോറി. നമുക്ക് ഫാമിലി ആയിട്ട് വന്നിരുന്ന് കാണാൻ പറ്റുന്ന ഒരു ഇമോഷണൽ സ്റ്റോറി. അതിനപ്പുറം നമ്മൾ ഇതിനകത്തൊന്നും പറയില്ല. രാഷ്ട്രീയം ഇതിനൊരു പശ്ചാത്തലമാണ്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു സിനിമ എടുക്കാൻ വേണ്ടി എല്ലാവരും പരിശ്രമിച്ചിട്ടുണ്ട്. സാറാണെങ്കിലും ഇതിന്റെ ടെക്നിക്കൽ ടീമാണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും എല്ലാവരും ഒരുമിച്ച് സഹകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വേറൊരു സിനിമയായിട്ടുള്ളൊരു അതേപോലെ ഒരു പടമൊന്നുമല്ല. ഇതൊരു ചെറിയ ഇമോഷണൽ സിനിമ അല്ല, ചിന്തിച്ചാൽ മതി. അച്ഛനും മകനും റിലേഷൻഷിപ്പ് ഉള്ളൊരു ഇമോഷണൽ സിനിമ. ആളുകൾ ഇപ്പൊ സർവമായി വിജയിക്കുമ്പോൾ അധികം ഒന്നും ശ്രമിക്കുന്നില്ല അദ്ദേഹം, എന്നാൽ ഒരുപാട് കാണാനുണ്ട് വിസ്മയങ്ങൾ സ്ക്രീനിൽ എന്ന് പറയുന്ന ആ ഒരു കമ്പാരിസൺ വരുന്നുണ്ടല്ലോ. എപ്പോൾ നിവിൻ പോളിക്ക് ഒരു വിജയം ഉണ്ടെങ്കിലും ലാലേട്ടനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു. ഇപ്പൊ വിനീതേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിവിൻ ചേട്ടൻ പറയും പലപ്പോഴും എന്തോ ഇഷ്ടമാണ് ആളുകൾക്ക് എന്നെ എന്നുള്ള ഡയലോഗൊക്കെ. അപ്പൊ ഇങ്ങനത്തെ കമ്പാരിസണുകളെ പറ്റി അവെയർ ആണോ? അങ്ങനെ ഒരു ട്രേറ്റ് എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ വളരെ കാഷ്വൽ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ആളുകൾക്ക് വർക്ക് ആവുന്നുണ്ട് ലാലേട്ടനെ പോലെ. ആ ഒരു ഏരിയയെ പറ്റി ബോധവാനാണോ? അല്ല, അങ്ങനെ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ലാത്ത ഒരു ഇതാണല്ലോ. കാരണം പുള്ളി ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ ലാലേട്ടനാണ്, അതേപോലെ വേറൊരാളില്ല. ഞാൻ ബേസിക്കലി ആക്ടിങ് വളരെ കാഷ്വലായിട്ട് എടുക്കുന്ന ആളാണ്. അത് ഞാൻ തുടക്കമേ മുതൽ അങ്ങനെ ശീലിച്ചാണ്. ഞാൻ അങ്ങനെ പഠിച്ച ആളൊന്നുമല്ല ആക്ടിങ് എന്താണെന്നുള്ളത്. ഞാൻ ചെയ്ത സിനിമകളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഡയറക്ടേഴ്സിൻ്റെ മെൻറ്റർ ചെയ്ത് അല്ലെങ്കിൽ അവരെനിക്ക് കാണിച്ചു തന്ന വഴികളിലൂടെ സഞ്ചരിച്ച് പോയ ഒരാളാണ്. അപ്പോൾ ഞാൻ ആ കാഷ്വൽ രീതിയിലാണ് ഇതിനെ എടുക്കാറ്. അല്ലെങ്കിൽ ഒരു സിനിമ തുടങ്ങാൻ പോകുന്നു, അതിന് മുമ്പ് ഭയങ്കര പ്രിപ്പറേഷനോ അല്ലെങ്കിൽ തലേ ദിവസം ഇരുന്ന് ഡയലോഗ് പഠിക്കലോ അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ല. നേരെ സെറ്റിൽ പോകുന്നു, സ്ക്രിപ്റ്റ് വായിക്കുന്നു, എന്താണോ ശരിയെന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ ചെയ്യുന്നു. അതിനെ കറക്റ്റ് ചെയ്യാൻ അവിടെ ഡയറക്ടറിന് എന്തെങ്കിലും ബോധമുണ്ട്. അപ്പം ഞാൻ ചെയ്യുന്ന തെറ്റാണെങ്കിൽ ഡയറക്ടർ ഒന്ന് പറയും, ഇവന് ഇതിങ്ങനെയല്ല, കുറച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി ചെയ്യുമെന്ന് പറയും. അങ്ങനെ കുറച്ച് ദിവസം ഒരു ഡയറക്ടറായിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെയാണ് കഥാപാത്രത്തെ കാണുന്നതെന്നും ഡയറക്ടർ എങ്ങനെയാണ് കഥാപാത്രത്തെ കാണുന്നതെന്ന് എനിക്ക് മനസ്സിലാവും. എനിക്ക് അത് രണ്ടും തമ്മിൽ ഒരു ലൈൻ വരയ്ക്കാൻ പറ്റും. പിന്നെ ആ ലൈനിലൂടെ പോകാന്നുള്ളതാണ്. അത് ഫിക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിന് അത്ര ടെൻഷൻ എടുക്കാറില്ല സത്യം പറയുകയാണെങ്കിൽ അഭിനയിക്കുന്ന സമയത്ത്. സഖാവ് വന്നിട്ടുണ്ട്, പടവിട്ട് വന്നിട്ടുണ്ട്. സഖാവിൽ 2 ക്യാരക്ടേഴ്സ് ആയിരുന്നു. അത് രണ്ടും ഭയങ്കരമായ ഗ്രാഫിൽ നിൽക്കുന്ന 2 ക്യാരക്ടേഴ്സ്. പടവെട്ടിലും വളരെ സീരിയസ് ടോണിലുള്ള ഒരു ക്യാരക്ടർ. അപ്പം ഇതിനു വേണ്ടി അല്ലെങ്കിൽ അതിന് എന്തോരം വ്യത്യസ്തമാണ് പ്രതിച്ഛായ എന്നുള്ളത് ഒരു കാര്യമുണ്ട്. 2, അതിനുവേണ്ടി ഒരു പേഴ്സണൽ എഫേർട്ട് എങ്ങനെ അതിലേക്ക് കൊണ്ടുവരാന്നുള്ളത്. ആ 2 സിനിമയിൽ ഇതിനൊരു കമ്പാരിസൺ ഇല്ല. സഖാവ് ഒരു വേറെ കഥ പറയുന്നൊരു സിനിമയാണ്. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു പടമാണ്. അതിൻ്റെ ക്യാരക്ടറൈസേഷൻ ആണെങ്കിലും അതിൻ്റെ കഥയാണെങ്കിലും അതിൻ്റെ സിറ്റുവേഷൻസ് ഒക്കെ ഞാൻ വളരെ എൻജോയ് ചെയ്തൊരു സിനിമയാണ്. പടവെട്ട് ഞാൻ വളരെ എൻജോയ് ചെയ്തൊരു സിനിമയാണ്. എനിക്ക് വർക്ക് ചെയ്യാൻ ഇനിയും താല്പര്യമുള്ള ഡയറക്ടേഴ്സിൽ ഒരാളാണ് ലിജു. അതേപോലെ ഒരു പടമല്ല അത്, ഇതൊരു ഡിഫറെൻറ്റ് ഫിലിമാണ്. എൻജോയ് ചെയ്തു. അത് എന്തായാലും എല്ലാ സിനിമയും എൻജോയ് ചെയ്ത് തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ ഇതും എൻജോയ് ചെയ്തൊരു സിനിമയാണ്. നിവിൻ ചേട്ടാ, കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ ചേട്ടൻ പൊളിറ്റിക്കലായിട്ട് ചേട്ടനൊരു ഒപ്പീനിയൻ ഇല്ല എന്നുള്ള രീതിയിലൊരു അഭിപ്രായം പറയുന്നത് കേട്ടു. കാരണം ഒരു പ്രത്യേക ഒരു പൊളിറ്റിക്കൽ ഒപ്പീനിയൻ അത്തരത്തിലൊന്നും ശ്രദ്ധിക്കാറില്ല. അപ്പോൾ അജിത് ചേട്ടൻ കുറച്ചും കൂടി ആ ഒരു സാഹചര്യത്തെ കുറച്ചും കൂടി നന്നായിട്ട് പറഞ്ഞു. അതായത് പൊളിറ്റിക്കൽ പാർട്ടികളോട് താല്പര്യമില്ല എന്നാണ് നിവിൻ ഉദ്ദേശിച്ചത് എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആലോചിക്കുന്നത്, ഇപ്പോൾ കമ്പാരിറ്റീവ്ലി ഇപ്പോൾ ഉള്ള യുവനടന്മാരിൽ ഏറ്റവും കൂടുതൽ പൊളിറ്റിക്കൽ സിനിമകൾ ചെയ്തിട്ടുള്ളത് നിവിൻ ചേട്ടനാണ്. ഇപ്പൊ സഖാവായാലും പടവെട്ടായാലും ഇപ്പൊ പ്രതിച്ഛായ. അപ്പോൾ പൊളിറ്റിക്കലായിട്ടൊരു അവയർനെസ് ഇല്ലാതെ ഇത്തരത്തിലുള്ള സിനിമകൾ ചെയ്യുമ്പോൾ നമ്മൾ സംവിധായകരുടെയോ എഴുത്തുകാരുടെയോ കൈകളിലെ കളിപ്പാവുകൾ പോലെ ആവില്ലേ? അവർക്ക് പല കാര്യങ്ങളും നമ്മളിലൂടെ പറയാൻ പറ്റില്ലേ? അപ്പോൾ ഒരു അവയർനെസ് മസ്റ്റ് അല്ലേ? എനിക്ക് തോന്നുന്നു ഒരു കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നമുക്കത് മറികടക്കാൻ തോന്നുന്നു.
അങ്ങനെ ഒരു കളിപ്പാവ്യാവാൻ പറ്റില്ലല്ലോ. നമ്മൾ വാർത്തകളും കാര്യങ്ങളെല്ലാം നമ്മൾ കാണുന്നുണ്ട്. എനിക്ക് ബേസിക്കലി എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ സിനിമ, അതിലാണ് എൻ്റെ ഫുൾ ഫോക്കസ് ഉള്ളത്. ഒരു പാർട്ടിയോട് താല്പര്യക്കുറവോ അങ്ങനെയൊന്നുമില്ല. പല പാർട്ടിയിൽ പല കൂട്ടുകാരും പലരെ റെസ്പെക്ട് ചെയ്യുന്ന ഒരുപാട് പൊസിഷനിലിരിക്കുന്ന ആൾക്കാരുണ്ട്. അതെല്ലാം ഞാൻ റെസ്പെക്റ്റോടെ കാണുന്നു. പക്ഷെ ഞാൻ അതിലങ്ങനെ ഫോക്കസ് ചെയ്യുന്നില്ല. ഞാൻ സിനിമ അല്ലെങ്കിൽ ചെയ്തു പോവുക, ഫാമിലി, അങ്ങനത്തെ ഒരു ആ രീതിയിലാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നടക്കുന്നതൊന്നും അറിയില്ല എന്നുള്ളതല്ല. നമുക്ക് എല്ലാവർക്കും ഒരു ദൈവാനുഗ്രഹിച്ച് ഒരു കോമൺ സെൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ ഇതൊരു ഭയങ്കര പോയിന്റ് ഔട്ട് ചെയ്യുന്ന സിനിമയാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ പറ്റാറുണ്ട്. ഉണ്ണികൃഷ്ണൻ സാർ, വളരെ മികച്ചൊരു ടൈറ്റിലാണ്, അതിന് അഭിനന്ദനങ്ങൾ. താങ്ക് യു. സാധാരണഗതിയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പ്രതിച്ഛായ ഭീതി ഏറ്റവും കൂടുതലുള്ളത് സിനിമാക്കാർക്കും പൊളിറ്റീഷ്യൻസിനുമാണ്. ഈ രണ്ട് പേരുടെ ഇടയിലാണ് ഏറ്റവും കൂടുതൽ പ്രതിച്ഛായ ഭീതി ഉള്ളത്. അപ്പൊ അത്തരത്തിലൊരു സാഹചര്യം കൂടി മുന്നിൽ കണ്ടിട്ടാണോ ഇങ്ങനെ ഒരു ടൈറ്റിൽ ഇട്ടത്? ഈ ടൈറ്റിലേക്ക് വന്നത് എങ്ങനെയാണ്? അല്ലെ, നമ്മുടെ ട്രെയിലറിലുണ്ടല്ലോ ഇപ്പൊ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വ്യക്തികളില്ല, പ്രതിച്ഛായകൾ മാത്രമേ ഉള്ളൂ എന്നത് ട്രെയിലറിൽ ഒരു വാചകം പറയുന്നുണ്ട്. അപ്പോൾ പ്രതിച്ഛായ നിർമ്മിതികളെ കുറിച്ചിട്ടാണ് ഈ സിനിമ. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഇപ്പോൾ പ്രതിച്ഛായ നിർമ്മിതികളിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് PR-ലും സൈബർ സ്പേസിലും ഒക്കെ ഇത്രയും കോടികൾ ഇപ്പോഴത്തെ ഇലക്ഷൻ സ്പെൻഡ് ചെയ്യുന്നത്, പണ്ടത്തെ വ്യത്യസ്തമായിട്ട്. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഒരു ഇമേജ് കോൺസ്ട്രക്ട് ആവശ്യമുണ്ട്. നിർമ്മിക്കപ്പെടുന്ന പ്രതിച്ഛായ വെച്ചിട്ടാണ് എല്ലാവരും ചെയ്യുന്നത്. അതിൻ്റെ ഗുണവും ദോഷവും ഉണ്ട്. ആ ഗുണദോഷങ്ങളെ കുറിച്ച് കൂടിയാണ് ഈ സിനിമ. എന്ന് വെച്ചാൽ അതൊരു ടോൾ ക്ലെയിം ഒന്നുമല്ല. അത് തീർച്ചയായിട്ടും ഒരു കുടുംബാന്തരീക്ഷത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അതൊന്ന് തൊട്ടുപോകുന്നുള്ളൂ. അതെല്ലാം നിങ്ങൾ ഇനി മറ്റന്നാൾ കണ്ട് വിലയിരുത്തിയാൽ മതി. കുറച്ചും കൂടി എക്സ്പീരിയൻസ് സിനിമയിലുള്ളത് സാറിനാണ്. സാർ വന്നിട്ട് ഇപ്പൊ ഒരു എങ്ങനെയോ നല്ലൊരു 25 വർഷത്തിലധികം, 40 വർഷമായിട്ട് പറഞ്ഞു ഞാൻ 40 വർഷം. സോറി സാർ, സോറി സാർ. അതിന് സോറിയായിട്ട് കാര്യമൊന്നുമില്ല. 40 വർഷം അഭിനയിച്ചതാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും സാർ, പണ്ടുള്ള നടന്മാര്, ഇപ്പൊ തിലകൻ സാർ ആയിക്കോട്ടെ, ശങ്കരാടി സാർ ആയിക്കോട്ടെ, മുരളി സാർ ആയിക്കോട്ടെ, ഇവരെല്ലാവരും ഇവരുടെ രാഷ്ട്രീയം പ്രകടമാക്കി തന്നെ സംസാരിച്ചിരുന്ന ആൾക്കാരാണ്. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്നൊക്കെ മുരളി സാറും തിലകൻ സാറും അതുപോലെ ശങ്കരാടി സാറും ഒക്കെ സംസാരിക്കുന്ന ഇന്റർവ്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ കാലഘട്ടത്തിലുള്ളവരിലും അത്തരത്തിലൊരു സ്വഭാവം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അനുഭവമുള്ള ആളാണ് ഞാൻ എന്ന് പറയാൻ പലർക്കും ഭയമാണ്. പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും, മറ്റൊരു പാർട്ടി എനിക്കെതിരാവും, മറ്റൊരു അണികൾ എനിക്കെതിരാവും എന്നുള്ളൊരു ഭയമുണ്ട്. അപ്പോ സാറിന് അങ്ങനത്തെ ഒരു ഭയമുണ്ടോ? സാറിന് രാഷ്ട്രീയം വെളിപ്പെടുത്താൻ ഒരു ഭയമുണ്ടോ? രണ്ടാമത്തെ ചോദ്യം, അല്ല ആദ്യം തന്നെ പറയട്ടെ, 10 ചോദ്യങ്ങളാണ് ഞാൻ എല്ലാം പറയാം. ആദ്യത്തെ ചോദ്യത്തിന് മറുപടി അറിയാം. എനിക്ക് ഈ കേരളത്തിലുള്ള എല്ലാ പാർട്ടിക്കാരായിട്ടും വളരെ അടുത്ത ബന്ധമുണ്ട്. അവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളുണ്ട് പലരും. ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നവരാണ്. പോരെ? ഇല്ല, പിന്നെ രണ്ടാമത്തെ ചോദ്യം, രണ്ടാമത് പറഞ്ഞു. അതായത് ഇപ്പോ ഇങ്ങനെ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള രണ്ടാമത്തെ ചോദ്യം, ഇപ്പോ ബി ഉണ്ണികൃഷ്ണൻ സാറൊക്കെ ഇടതുപക്ഷ സഹയാത്രികനാണെന്ന് വളരെ പ്രത്യക്ഷത്തിൽ പറഞ്ഞിട്ടുള്ള ആളാണ്. അപ്പോ ഇത്തരത്തിലൊരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ആൻസർ വരുന്നത് മറ്റുള്ളവൻ എന്ത് വിചാരിക്കുമെന്ന ചിന്തയിൽ നിന്നാണോ, അതോ ഇന്നത്തെ കാലഘട്ടം വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ടാണ്? ഞാൻ അങ്ങനെ ഒന്നും ചിന്തിക്കാറില്ല. രാഷ്ട്രീയമായിട്ടല്ല എൻ്റെ ജീവിതം. എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലുള്ളവരെയൊക്കെ നോക്കണം. എനിക്ക് മനസ്സിലായ, അതിനുവേണ്ടി ജോലി ചെയ്യുന്നു, പൈസ ഉണ്ടാക്കുന്നു, എന്നെ ആശ്രയിക്കുന്നവരെ ഞാൻ നോക്കുന്നു. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അത് രാഷ്ട്രീയമുണ്ട്, അല്ലാതുള്ള മേഖലയിലുള്ള പരിപാടികൾ ചെയ്യുന്ന പല ആൾക്കാരും എൻ്റെ സുഹൃത്തുക്കളാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. എൻ്റെ കയ്യിൽ എന്തെങ്കിലും കൊടുക്കാൻ ആർക്കാണെന്ന് സന്തോഷത്തോടെ ആർക്കാണെങ്കിലും കൊടുക്കുന്ന ആൾ ഇന്ന് വരെ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് സഹായിക്കുക എന്നുള്ളൊരു മനസ്സ് എൻ്റെ മനസ്സിലുള്ള എൻ്റെ അച്ഛനും അമ്മയൊക്കെ അങ്ങനെയാണ് എന്നെ പഠിപ്പിക്കണം. അത് ഞങ്ങൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. അവിടെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി ചെല്ലാനുള്ളൊരു സമയം നമുക്കില്ല. കാരണം ജീവിച്ചത് അങ്ങനെയാണ്. എന്നാൽ നമുക്കൊക്കെ എല്ലാവർക്കും നമ്മുടെ ഉള്ളിൽ രാഷ്ട്രീയം അറിയാം. പത്രങ്ങൾ വായിക്കുമ്പോഴും ന്യൂസ് കാണുമ്പോഴൊക്കെ നമുക്ക് രാഷ്ട്രീയം അറിയാം. പക്ഷെ അതിനുള്ള ഒരു സമയം നമുക്കിതിന് മാറ്റി വെക്കാനായിട്ടില്ല. ഒരു സെക്കൻഡ് കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു സമയം കിട്ടിയാൽ ആ സമയം നമ്മൾ സിനിമയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ ജോലിക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ഇപ്പൊ സാറ് പറഞ്ഞപ്പോ രണ്ടാം പിണറായി സർക്കാർ നിൽക്കുമ്പോഴാണ് പടം നടക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ ബയസ് ഉണ്ടാവുമ്പോ സ്വയം അങ്ങനെ ഇടതുപക്ഷ സഹയാത്രികനായിട്ട് നിൽക്കുക, ഒരു പൊളിറ്റിക്കൽ പ്രതലമുള്ള സിനിമ എഴുതുകയും ചെയ്യുക. അപ്പൊ എങ്ങനെയാ അതിനെ സ്വന്തം രാഷ്ട്രീയ ദർശനങ്ങളൊന്നും വരാതെ ലിമിറ്റ് ചെയ്യാൻ പറ്റുന്നത്?
ഈ രാഷ്ട്രീയ ദർശനം വരാതെ ലിമിറ്റ് ചെയ്യുക എന്നുള്ള വലിയ ഇല്യൂഷനാണ്. അറിഞ്ഞോ അറിയാതെ രാഷ്ട്രീയ ദർശനമൊക്കെ നമ്മളെ ഇതിനകത്തൊക്കെ കടന്നു പോകും. രാഷ്ട്രീയം ഇല്ലെന്ന് പറയുന്നവരെടുക്കുന്ന സിനിമയിൽ ഒരു രാഷ്ട്രീയമുണ്ട്. പിണറായി പ്രിയ ഉണ്ടാവോ? പിന്നെ അതിനകത്തുള്ള പ്രശ്നം ഈ പിണറായി പ്രിയ പ്രതിച്ഛായലുണ്ടാവോ? അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ ഈ ഇടതുപക്ഷം എന്ന് പറയുന്നതിനെ പിണറായി വിജയനുമായിട്ട് എന്തിനാണ് ഇക്വേറ്റ് ചെയ്യുന്നത്? ഇടതുപക്ഷ സർക്കാരുമായിട്ട് എന്തിനാണ് ഇക്വേറ്റ് ചെയ്യുന്നത്? ഞാൻ വളരെ എൻ്റെ വിദ്യാർത്ഥി കാലം മുതലേ മാർക്സിസവുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങൾ വായിച്ചും ചിന്തിച്ചും അങ്ങനെയൊക്കെ പോകുന്ന ഒരാളാണ്. എൻ്റെ അക്കാഡമിക് ആയിട്ടുള്ള എൻ്റെ ജേണി അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അതിനെ നിങ്ങളൊരു മുഖ്യധാര പാർട്ടിയായിട്ടോ ഒരു ബിംബവുമായിട്ടോ ഒന്നും അസോസിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഈ അശോകൻ പറഞ്ഞ പോലെ എല്ലാ രാഷ്ട്രീയക്കാരുമായിട്ടും ഈ രംഗത്ത് നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ, പ്രത്യേകിച്ച് ഒരു സംഘടനാ പ്രവർത്തകർ എന്ന നിലയിൽ എനിക്ക് നല്ല ബന്ധമുണ്ട്. അത് മുഖ്യമന്ത്രി പിണറായി വിജയനായിട്ടായാലും VD സതീശനായിട്ടായാലും രമേശ് ചെന്നിത്തലയായിട്ടായാലും ഗോവിന്ദ മാസ്റ്റർ ആയാലും BJP-യിൽ ഇപ്പോൾ നമ്മളുടെ പടം തുടങ്ങുന്ന ദിവസം കൃഷ്ണദാസ് അവിടെ വന്നത് അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്താണ്. അപ്പൊ നിങ്ങളുടെ ആ ചോദ്യത്തിനകത്ത് വലിയ പ്രസക്തി ഇല്ലല്ലോ. അപ്പൊ ഇതിനെ സിനിമയായിട്ട് കണ്ടാൽ മതി. സിനിമയായിട്ട് കാണുമ്പോൾ അതിനകത്തൊരു രാഷ്ട്രീയമുണ്ട് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ എഴുത്, നല്ല കാര്യമല്ലേ അത്? അപ്പൊ നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ഇത് ഇന്ത്യയാണ്, ഇവിടെ ഇങ്ങനെയാണ് എന്ന് പറയാൻ അങ്ങനത്തെ ഒരു കേൾക്കുന്ന സമയത്ത് ഒരു പ്രേക്ഷകൻ ഉണ്ടാകുന്ന ഒരു മൊമെന്റ് ഉണ്ട്. അതായത് നമ്മൾ ഈ ക്രൈസിസിലൂടെ ഫേസ് ചെയ്തിട്ടുണ്ട്, നമ്മൾ കാണുന്ന എപ്പോഴെങ്കിലും പ്രതികരിക്കണം എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഒരു സിനിമ ഒരു നടൻ പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു കഥാപാത്രം പറയുമ്പോൾ ഒരു പ്രേക്ഷകന് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട്. പ്രതിച്ഛായയിൽ അങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ, കേരളത്തെ പൊളിറ്റിക്കൽ സിനാരിയോ പ്രസന്റബിൾ ചെയ്തത് ട്രൂ ഇൻസിഡൻസ് ബേസ് ചെയ്ത ഒരു കഥ തന്നെയായിരിക്കും പ്രതിച്ഛായ. എനിക്കറിയില്ല, നിങ്ങൾ കണ്ടു അത്ര മൊമെന്റ് ഉണ്ടോ, അങ്ങനത്തെ കഥയാണോ എന്നൊക്കെ നിങ്ങൾ കണ്ടിട്ട് പറയൂ. ഞാൻ പറയുന്നത് ശരിയല്ല, അത് മുൻവിധിയോട് കൂടി തന്നെ സമീപിക്കണ്ട. ഒരു കഴിഞ്ഞ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു ഉമ്മൻചാണ്ടി സാറിന്റെ ഒരു കണ്ടത്. അപ്പൊ ആ സമയത്ത് അദ്ദേഹം പ്രതിച്ഛായ നഷ്ടപ്പെട്ടിരുന്ന ടൈമാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു സംഭവം ഈ പ്രതിച്ഛായ എന്ന സിനിമയിലേക്ക് അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തു. ഞാനത് പറഞ്ഞിരുന്നു. എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും ഒരു പ്രൈവറ്റ് സ്പേസ് ഉണ്ട്, അവർക്കൊരു കുടുംബം ഉണ്ട്. അപ്പൊ അവര് പബ്ലിക് റെലമില് ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രോബ്ലംസ് അവരുടെ ഫാമിലിയും കൂടി ഫേസ് ചെയ്യണം. നമ്മൾ അങ്ങനെ ഒരു പിന്നെ എന്തെങ്കിലും ഒരു ആരോപണ വിധേയനായിട്ട് നമ്മൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മുടെ പങ്കാളിയെ നമ്മൾ കാണണം, നമ്മുടെ മക്കളെ കാണണം, കൊച്ചുമക്കളെ കാണണം, സുഹൃത്തുക്കളെ കാണണം. അതൊരു വേറൊരു മൊമെന്റും വേറൊരു കോൺഫ്ലിക്റ്റും അല്ലേ? അത് നമ്മളാരും അറിയുന്നില്ലല്ലോ. അത്തരം ഒരു സ്പേസിലേക്കാണ് ഈ സിനിമ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. വീടിന്റെ അകത്തളത്തിലേക്കാണ് ഈ സിനിമ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇത്